അതെ, അവരാവശ്യപ്പെടുന്ന സേവനങ്ങളെല്ലാം അവരെ തേടി ചെല്ലും. ഞാനേ ഇപ്പോ ശ്രീ സുരേന്ദ്രനോട് അദ്ദേഹത്തിനോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെ പറയട്ടെ, എന്താ ഇപ്പോ നാട്ടിലുള്ള അവസ്ഥ? ബാങ്കിലേക്ക് നിങ്ങൾ കയ്യിലുള്ള ഒറ്റ ദിവസം കൊണ്ട് നവംബർ 8-ാം തീയതി അർദ്ധരാത്രി മുതൽ അസാധുവായി, ഇത് അസാധുവായി എന്ന് പ്രഖ്യാപിക്കുന്നു, ഇത് അസാധുവായി എന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് രണ്ടും അസാധുവായി എന്ന് പ്രഖ്യാപിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. തീയതി എന്ന നവംബർ മാസം 8-ാം തീയതി അർദ്ധരാത്രിയാണ്. ഈ നവംബർ 8-ാം തീയതി അർദ്ധരാത്രി ഇത്തരത്തിലുള്ള പ്രഖ്യാപനം വരുമ്പോൾ തന്നെ ഒരു കാര്യം ആലോചിക്കണം. ഇന്ത്യയുടെ രാഷ്ട്രപതി ഒപ്പിട്ടതായ സമൻസ് ഇന്ത്യയിലെ രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങൾ, ഞാനും ശ്രീ ആന്റണിയും ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ അദ്ദേഹം ഒപ്പിട്ട സമൻസ് ഞങ്ങൾ കൈപ്പറ്റി പാർലമെന്റിൽ ഞങ്ങൾ ഉന്നയിക്കേണ്ടുന്ന ചോദ്യങ്ങൾ തയ്യാറാക്കി അയക്കുകയും പ്രമേയങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പാർലമെന്റ് സമ്മേളിക്കാൻ പിന്നെ ഒരാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ. 8-ാം തീയതി രാത്രി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു. അത് പ്രഖ്യാപിക്കുന്ന പ്രധാനമന്ത്രി ലോക്സഭയിലും വരുന്നില്ല, രാജ്യസഭയിലും വരുന്നില്ല. ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് റോസ്റ്റർ ഡ്യൂട്ടിയുണ്ട്. ആ റോസ്റ്റർ ഡ്യൂട്ടി അനുസരിച്ചാണ് എങ്കിൽ രാജ്യസഭയിൽ ചർച്ച തുടക്കം കുറിക്കുന്നു ആനന്ദ് ശർമ്മ. തൊട്ടടുത്തതായി സീതാറാം യെച്ചൂരി ചർച്ച ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം ചർച്ച മുന്നോട്ട് പോകണമെങ്കിൽ പ്രധാനമന്ത്രി ഉണ്ടായിരിക്കേണ്ടുന്ന സഭ വ്യാഴാഴ്ച എവിടെയാണ്? രാജ്യസഭയാണ്. അദ്ദേഹം ഹാജരാകുന്നില്ല. തിങ്കളാഴ്ച ലോക്സഭയിൽ ഹാജരാകുന്നുണ്ടോ? ഹാജരാകുന്നില്ല. പാർലമെന്റിലെ ഈ കയ്യിലിരിക്കുന്നത് ഈ നോട്ടുകൾ ഞാൻ കാണിച്ചത് ഇന്ത്യയുടെ ഫെഡറൽ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളടക്കം പാർലമെന്റിലെ SBIയിൽ നോട്ട് മാറണമെങ്കിൽ അവിടെ ആകെ അക്കൗണ്ട് ഉള്ളത് MP മാര്, മുൻ MP മാര്, നിങ്ങളുടെ തന്നെ ചങ്ങാതിമാര്, അക്രഡിറ്റഡ് ആയിട്ടുള്ള മീഡിയ പേഴ്സൺസ്, പാർലമെന്റിലെ 2000-ലധികം വരുന്ന ജീവനക്കാര്, ഇവരവിടെ പോയാൽ നൽകുന്നത് ഇതാണ് നൽകുന്നത്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും തുകയിൽ 2000 രൂപയുടെ. എവിടെ നിന്നാണ് ഇതിന്റെ ചില്ലറ മാറ്റേണ്ടത്? ചില്ലറ മാറ്റാനായി ഈ സാധനം ഇന്ന് പാർലമെന്റിലുള്ള SBIയുടെ ബ്രാഞ്ചിൽ പോലും ഇതില്ല. നൽകിയിട്ട് ഞങ്ങളോട് മാനേജർ പറയുകയാണ്, സാർ ഒരു കാര്യം ചെയ്യണം, നാളെ വന്നാൽ ഞാൻ ഇതിനുള്ള ചില്ലറ എടുത്തു വയ്ക്കാം. ഇതിവിടം കൊണ്ട് തീരും. ഞങ്ങൾ MP മാരുടെ കാര്യം പറഞ്ഞു പോവുകയാണെന്ന് ദയവായി നിങ്ങൾ ധരിച്ചു കളയരുത്. നാട്ടിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യം നമ്മുടെ നാട്ടിലെ ഒരു ബാങ്കിൽ നടന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഞാൻ എന്റെ ക്യാമറയിൽ, എന്റെ മൊബൈൽ ക്യാമറയിൽ എന്റെ ഒരു ചങ്ങാതി പകർത്തിയതാണ്. എന്റെ മണ്ഡലത്തിലെ ഒരു ബാങ്കിൽ നടന്നതായ സംഭവമാണ്. പാവപ്പെട്ട ദളിതരായിട്ടുള്ള ദമ്പതികൾ അവരുടേതായിട്ടുള്ള കുറച്ച് ഭൂമി അത് ജാമ്യപ്പെടുത്തി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ വായ്പ 1 ലക്ഷം രൂപയുടെ വായ്പ എടുത്ത് മകളുടെ വിവാഹം നടത്തേണ്ടി വരുന്ന പാവപ്പെട്ടവരുടെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കണം. ചെക്ക്, സ്റ്റേറ്റ് ബാങ്കിന്റെ ചെക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതും കൊണ്ട് പോവുകയാണ്. അത് ചെല്ലുമ്പോൾ ശനിയാഴ്ച പറയുകയാണ് ബ്രാഞ്ച് മാനേജർ, ഞങ്ങൾക്ക് റിസർവ് ബാങ്കിൽ നിന്ന് ഒരു ഉത്തരവും വന്നില്ല, പൊന്നുമങ്ങളെ എന്റെ ജോലി തെറിപ്പിക്കരുത്, നിങ്ങൾ പോയിട്ട് തിങ്കളാഴ്ച നിങ്ങൾ വരണം. 14 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്ന സ്ത്രീയും പുരുഷനും ഞാനൊരു പാർട്ടി കമ്മിറ്റിക്ക് പോകുമ്പോൾ അതിന്റെ നടയിൽ വന്ന് അവർ കരയുകയാണ്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. 2 മണിക്ക് ശേഷം ഈ ദമ്പതികളെയും കൂട്ടി ഞാൻ ആ ബാങ്ക് മാനേജറെ പോയി കണ്ട് അവിടെ നിന്ന് ഇവിടെ നേരത്തെ ചർച്ച ചെയ്ത ശ്രീ ആദികേശവന്റെ അടക്കം മുകളിലുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ച് സംസാരിച്ച് ഞാൻ ഇവിടെ ഇരിക്കാൻ പോവുകയാണ്, ഇതിലെന്തെങ്കിലും ചെയ്യണം. എങ്ങനെയാണിത് പരിഹരിച്ചതെന്ന് മനസ്സിലായോ? 4 പേരുടെ സീറോ ബാങ്ക് അക്കൗണ്ടുകൾ കൂടി ആ ആളുകളെ വണ്ടി അയച്ച് ഇവർ വിളിപ്പിച്ച് കൊണ്ടുവന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ സ്ത്രീയുടെ അടക്കം അനുമതിയോടുകൂടി 1 ലക്ഷം രൂപയുടെ ചെക്കിനെ അതിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് 24,000 രൂപ വീതം ഇവർക്കായി വീതിച്ചു കൊടുത്തു. ബാക്കി ഇനി അവിടെ കിടക്കുകയാണ് ബാങ്കിൽ. ഈ 24-ാം തീയതി കല്യാണം നടത്തേണ്ടുന്ന ഒരു പാവപ്പെട്ട വീട്ടിലെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ചില ആളുകൾക്കെല്ലാം ഇത്തരത്തിൽ എഴുതാം, നിങ്ങൾ ബിവറേജസിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നില്ലേ? ശരിയായിരിക്കാം. ആരാധനാലയങ്ങളുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്നില്ലേ? ശരിയായിരിക്കാം. ചിലപ്പോൾ ഈ നാട്ടിലെ ചിലയിടങ്ങളിൽ കളിയാക്കി പറയില്ലേ, നല്ല ആത്മഹത്യ ചെയ്യാനുള്ള മുനമ്പ് തേടിയും ആളുകൾ ചിലപ്പോൾ ക്യൂ നിന്നേക്കാം. അവരെയും കളിയാക്കാം. നമുക്ക് പണം, മനുഷ്യൻ അധ്വാനിച്ച പണം ബാങ്കിൽ കിടക്കുന്നത് എടുക്കാനായി, വായ്പയായി എടുത്ത പണം അത് തിരിച്ചെടുക്കാനായി കഴിയില്ല എന്നുള്ള നിലയിലേക്ക് ഗവൺമെന്റ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തു നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്? ഞാനിത് ചുരുക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ് കൂടി തന്നാൽ മതി. ഈ ഇരിക്കുന്ന എന്റെ ചങ്ങാതി ആന്റണി അടക്കമുള്ള കേരളത്തിലെ 15 MP-മാർ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ധനകാര്യമന്ത്രിയെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീ സുരേന്ദ്രൻ കൂടി ആ കാര്യം കേൾക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങളോട് പറഞ്ഞത് രാജ്യത്ത് 2 ലക്ഷത്തോളം ATM-കളുണ്ട്. ആ ATM-കളിൽ അദ്ദേഹത്തിന്റെ ഭാഷ, വി ആർ മേക്കിംഗ് സം അറേഞ്ച്മെന്റ്സ് ഇൻ ദ കോൺഫിഗറേഷൻ, വി ആർ ചേഞ്ചിങ് ദ കോൺഫിഗറേഷൻ. എന്താ 1000 ഭാഷയാണ്, ഞാൻ അദ്ദേഹത്തിന് ഉദ്ധരിച്ചതാണ്. 1000-ന്റെ നോട്ട് അത് നമ്മൾ പിൻവലിച്ചത് കൊണ്ട് 2000-ന്റെ നോട്ട് അവിടെ വെക്കാം, 500-ന്റെ നോട്ട് വെക്കണം. അച്ചടിക്ക് വരുന്നതേ ഉള്ളൂ. 100-ന്റെ നോട്ടുകൾ വെക്കണം. അപ്പൊ ഇതനുസരിച്ച് ഈ ATM-കളിൽ 6 മുതൽ 8 മണിക്കൂർ വരെയാണ് പണി നടത്തേണ്ടത് കോൺഫിഗറേഷൻ മാറ്റാനായിട്ട്. ഒരു ദിവസം എത്ര ATM-കളിൽ ഇത് മാറ്റും എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു 10,000 ATM-കളിൽ വരെ ഇത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2 ലക്ഷത്തോളം ATM